ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൂന്നാമത്തെ ചാനലാണ്. സോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട, മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരിച്ചു വരുമോ, അങ്ങനെ ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കംപ്ലീറ്റ്ലി ഈ വ്യക്തി ഒരു ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഹീലിംഗ് ആകാന്ന് പറയുന്നത് തീർച്ചയായിട്ടും പല കാര്യങ്ങളെയും ഈ വ്യക്തിക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പരിഹരിക്കുക എന്ന് പറയും. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ പലതരത്തിലുള്ള പ്രോബ്ലംസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ എക്സ് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന പാർട്ട്ണർ ആയിരിക്കാം, ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കളയാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നില്ല. അതായത് ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അത്ര നിസ്സാരമായിട്ട് നമുക്ക് അത് തേച്ച് മാറ്റി കളയാനോ തള്ളിക്കളയാനോ പറ്റുന്ന ഒരാളല്ല എന്നാണ് കാണിക്കുന്നത്. സോ അത് മേ ബി അവർ ഡിവോഴ്സിന് നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവരിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയത്തിൽ നിന്നും എന്താ പറയുക, ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. സോ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ചിലപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്കിവിടെ മെയിൻ എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ എനർജിയും കിട്ടുന്നുണ്ട്, ഈ പേഴ്സൻ്റെ എനർജിയും കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടിയുടെ എനർജിയും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നതും പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ മുജ്ജന്മത്തിൽ നിന്നും, സോ അങ്ങനത്തെ ഒരു എനർജിയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ചില കടമകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് കുറച്ചധികം കടമകൾ, കുറച്ച് എന്തൊക്കെയോ കടപ്പാട് അല്ലെങ്കിൽ എന്തൊക്കെയോ കമ്മിറ്റ്മെൻ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടി ആയിട്ട് ഒന്നിക്കാനോ അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കാനോ അല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ വേറെന്തോ കാര്യങ്ങളിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. കാരണം നിങ്ങളുടെ പേഴ്സൺ ബുദ്ധിപരമായിട്ട് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ബുദ്ധിപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സണെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, 2-4 നേരം ഫോൺ വിളിക്കണം, സംസാരിക്കണം, പിന്നെ എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് പറ്റിയ ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നില്ല. അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി അത് റിലീസ് ചെയ്യുക. അത് റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ സമാധാനം കൊണ്ടുവരാനാണ്
യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ലവിലേക്ക് വരിക. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളോടുള്ള ആ ഒരു സ്പാർക്ക്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ സ്പെഷ്യൽ ആണെന്നാണ് പറയുന്നത്. സോ മറ്റുള്ളവർ നിങ്ങളെ കണ്ടുമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അത്രക്ക് അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. നിങ്ങൾ നല്ല രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്പെഷ്യാലിറ്റിയിൽ തന്നെ നടക്കാനായിട്ട് ശ്രമിക്കുക. ഐ വാണ്ട് ടു ബി എ ക്യൂൻ. യെസ്, നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ക്യൂനിൻ്റെ എനർജിയാണ്. ഒരു രാജകുമാരൻ്റെയോ രാജകുമാരിയുടെയോ എനർജിയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഈ പേഴ്സണായിട്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ചില സമയങ്ങളിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അങ്ങനെ ദുസ്വപ്നമൊക്കെ കാണുകയാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി. പിന്നെ ആ കാണുന്ന കാര്യങ്ങളൊക്കെ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി, മനസ്സിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തമാശയും ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ യെസ്, ഈ പേഴ്സൺ എന്ത് ചെയ്താലും ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം ആ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്നേക്കുമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു പാഠമാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിയെ തിരുത്തുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നല്ല നല്ല മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിനെ തട്ടിക്കൊണ്ട് പോവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകോ എന്നൊന്നും ഓർത്ത് പേടിച്ച് ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് കിടക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായിട്ടിരിക്കുക. ഇതുപോലെ റീഡിങ്സ് ഒക്കെ കാണുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ വരിക. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.